സമൂഹത്തിൽ ട്രാളി എന്ന വ്യക്തി എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു നാടകമാണോ ഈ ആക്റ്റീവായിട്ട് ലൈവ് വരുന്നതും? എനിക്ക് ഫേമസ് ആവാൻ വേണ്ടി അത്യാവശ്യം പ്രായം ഷെഡ് ഇട്ടിട്ടൊരു 2 പീസ് ഫോട്ടോ ഇട്ടാൽ പോലെ. എനിക്ക് സ്പോൺസർ വന്നിട്ട് സ്പോൺസറെ ഹെൽമെറ്റ് വെച്ച് തല്ല് പല്ല് കളഞ്ഞിട്ട് എൻ്റെ സ്പോൺസർഷിപ്പ് പോയതാണ്. 2 കുഞ്ഞുങ്ങളായിട്ട് ക്യാരി ബാഗല്ല, സ്കൂൾ ബാഗാണ് ഊട്ടിട്ടിട്ട് എൻ്റെ മക്കളെ ഷാളിക്കിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ വൈറലാവാൻ വേണ്ടി ചെയ്തതെങ്കിൽ എന്നെ പീഡിപ്പിച്ച എന്താ പറയുക, എന്നെ ഉപദ്രവിച്ച ആൾക്കാരുടെ പേര് ലിസ്റ്റ് കൊടുത്താൽ പോരെ, അത് റിട്ടേൺ കേസാക്കിയാൽ പോരെ. ഒരു പയ്യനോട് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് വെച്ച്, എടാ നിനക്ക് ധൈര്യം ഉണ്ടോ എന്നെ പ്രേമിക്കാൻ നാട് റോഡ് യൂസ് ചെയ്യാൻ. ഇതാണ് ഞാൻ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, ഇടപെടാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീവിതം മൊത്തം പണിയെടുത്തിട്ട് പിന്നെ എത്ര മക്കളും വഴിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ തോന്നൂല. ഒറ്റ ചോദ്യം അവസാനമായിട്ട്, ഒരു നെഗറ്റീവ് ചോദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്. പോസിറ്റീവ് ചോദ്യം ചോദിച്ചു, ഒരു നെഗറ്റീവ് ഒറ്റ ചോദ്യം. ഇതൊക്കെ പോസിറ്റീവായിരുന്നു. ഒരു നെഗറ്റീവ് ചോദ്യം. ട്രാളി ഇപ്പോൾ ഫേസ്ബുക്കിലെല്ലാം ആക്റ്റീവാണ്. സമൂഹത്തിൽ ട്രാളി എന്ന വ്യക്തി എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു നാടകമാണോ ഈ ആക്റ്റീവായിട്ട് ലൈവ് വരുന്നതും സമൂഹത്തിൽ ഇറങ്ങി ഫൈറ്റ് ചെയ്യണതെല്ലാം? അത് താൻ എന്നെ 10 ആൾ അറിയണം എന്ന് വിചാരിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയ വരാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അന്നും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉണ്ട്. എനിക്ക് കുറേ കാര്യങ്ങൾ ഇടാമായിരുന്നു. ഇട്ടിരുന്നെങ്കിൽ പലയിടത്തും പല പ്രശ്നങ്ങൾ പൊട്ടിയാനേ. സോഷ്യൽ മീഡിയയിൽ കാളിയെ കാണാൻ വേണ്ടി കാളി ഒരിക്കലും ചെയ്തിട്ടില്ല. കാളിയെപ്പോലുള്ള ഒരുപാട് പേര് മറിഞ്ഞിരിപ്പുണ്ട്. കാളിയുടെ ഇൻബോക്സിൽ ഉൾപ്പെടെ പറയാൻ, അതായത് പബ്ലിക്കിൽ കാളിക്ക് പറയാൻ ഭയം വരുന്ന, അല്ലെങ്കിൽ കാളിയെപ്പോലുള്ള ആൾക്കാർ പറയാൻ മടിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കാളിയിലൂടെ പുറത്ത് വന്നാലാണ് ഈ ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാരില്ലേ, ഭയന്നിരിക്കുന്ന ആൾക്കാർ, ജീവിതമില്ല, ഇതാ പോയി, ഞങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം പോയെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ മുമ്പോട്ട് വരണം. ഇപ്പോൾ ഒരുപാട് പേര് അവരവരുടെ ബാല്യം വിളിച്ച് പറയുന്നില്ലേ, അതെപ്പോൾ തുടങ്ങിയ? ഇപ്പോഴും ചോദിക്കണം. ഞങ്ങൾക്ക് കാളിയുടെ അനുഭവം വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ എന്നെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്നേ. എന്തിനാണെന്നറിയോ? വന്നം പുറത്തേക്ക്. കാളിയെ എനിക്ക് ഫേമസ് ആവാൻ വേണ്ടി അത്യാവശ്യം പ്രായം ഷെഡ് ഇട്ടിട്ടൊരു 2 പീസ് ഫോട്ടോ എടുത്താൽ പോരെ. എന്തിനും ഇത്രയും വലിയ പാടണേ? എന്തിനും നാട് റോഡിൽ എത്ര പ്രശ്നങ്ങൾ നടക്കുന്നു, എല്ലായിടത്തും കയറുന്ന പ്രശ്നം വെച്ചാൽ പോരെ. ബൈക്ക് റാലി, എടോ ബൈക്ക് ഓടിക്കാൻ തുടങ്ങി എത്ര വർഷമായി? ഞാൻ 15 വർഷമായി ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഈ 15 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും എൻ്റെ ബൈക്ക് റാലിയോ അല്ലെങ്കിൽ ബൈക്ക് എടുത്തിട്ട് എത്ര പെൺപിള്ളേർ ബുള്ളറ്റ് റാലി ടീമൊക്കെ ഇറങ്ങും അല്ലേ? ഞാൻ ഏതെങ്കിലും ബൈക്ക് ഗ്രൂപ്പിലോ ബുള്ളറ്റ് ഗ്രൂപ്പിലോ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നെ ആരെങ്കിലും സ്പോൺസർ ചെയ്യുമോ? ഇല്ലല്ലോ. എനിക്ക് ബൈക്ക് സ്റ്റണ്ടറായിരുന്നു ഞാൻ. കലൂര് സലാമിക്കട അടച്ച ശിഷ്യയാണ് ഞാൻ. എനിക്ക് സ്പോൺസർ വന്നിട്ട് സ്പോൺസറെ ഹെൽമെറ്റ് വെച്ച് തല്ല് പല്ല് കളഞ്ഞിട്ട് എൻ്റെ സ്പോൺസർഷിപ്പ് പോയതാണ്. അതുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരാളുടെ അടുത്ത് അടിമയായിട്ടിരിക്കാൻ പറ്റില്ല. എന്നെ സ്നേഹം കൊണ്ട് അടിമയേക്കാം, പണം തന്ന് അടിമയേക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ബൈക്കും ഹെൽമെറ്റൊക്കെ എത്തിയതാ. അന്ന് ഞാനിതുപോലെ വൈറലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ബൈക്ക് സ്റ്റണ്ടറായാണ് ഞാൻ. ഇല്ലാന്ന് എന്നെ അറിയാൻ പാടില്ലാത്തവർ പറഞ്ഞോട്ടെ, എന്നെ അറിയുന്നവർ ഏതെങ്കിലും ഒരാൾ വന്ന് പറയട്ടെ. സലാമി ഇപ്പോഴും പറയും അവരുടെ കൂട്ടത്തിലൊരു ലേഡി ഉണ്ട്, നീ വാ. പക്ഷേ എൻ്റെ ഇയറിംഗ് ബാലൻസ് പോയി. ഇനി എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി ചോദിക്കണം. എനിക്കിനി പരിക്ക് വരാനൊന്നും ഒരു സ്ഥലമില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനാണ്. കാരണം കുറച്ച് കൂടുതൽ ഒരു ലേഡിക്ക് ഒരു മാസം 20,000 രൂപ സാലറി എന്നുണ്ടെങ്കിൽ അതൊരൊറ്റ ദിവസം കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ദിവസം എനിക്ക് എൻ്റെ മക്കളോട് ഇരിക്കാം. അതാണ് ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ. കാരണം എൻ്റെ കൈക്കുഞ്ഞാണ്. ഞാൻ പ്രഗ്നൻ്റായിട്ട് 6ാം മാസത്തിലാണ് ഞാൻ സിനിമയിൽ ഫൈറ്റിലോട്ട് ഇറങ്ങുന്നത്. അപ്പം ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് എടുക്കാൻ പറ്റുമോ? ഇവർ ഉറങ്ങിയ സമയത്ത് പബ്ബിൽ പോയിട്ട് ബ്ലാക്ക് എൻട്രി കൊടുത്തിട്ട് പൈസ കമ്മീഷൻ അടിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആ ഒരു 2 ദിവസം ഞാൻ എൻ്റെ മക്കളോട് ഇരിക്കുന്ന ആളാണ് ഞാൻ. പകൽ മുഴുവൻ ഒന്നും ചെയ്യാണ്ട് രാത്രി മാത്രം പബ്ബിൽ എൻട്രി കൊടുത്തിട്ട് 500 വെച്ചിട്ട് എൻട്രി കൊടുത്തിട്ട് ആ ഒരു 3,000-4,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് രാവിലെ മുഴുവൻ മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളും ഡ്രസ്സുകളൊക്കെ മേടിച്ചു കൊടുത്ത് അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു അമ്മയാണ് ഞാൻ. അന്ന് എനിക്ക് വൈറലാവാം. ഇപ്പോൾ ഒരു കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഫോട്ടോഗ്രാഫി ഇല്ലേ അനു, ഞാൻ 2 കുഞ്ഞുങ്ങളായിട്ട് ക്യാരി ബാഗല്ല, സ്കൂൾ ബാഗാണ് ഊട്ടിട്ടിട്ട് എൻ്റെ മക്കളെ ഷാളിക്കിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. എൻ്റെ ബൈക്ക് സാധാ ബൈക്കല്ല, ലിബറോയാണ്. അതിൽ പെട്രോൾ ടാങ്ക് ലീക്കായിട്ട് ഈ സൈഡ് മുഴുവൻ പൊള്ളിയിട്ട് ഈ ഒരു സൈഡിൽ പെട്രോളും കുപ്പിയും വെച്ചിട്ട് ഇപ്പുറ സൈഡിൽ പാലും കുപ്പി വെച്ചിട്ട് പോയിട്ടുള്ള ആളാണ് ഞാൻ. അത്രയും സഹിച്ച് ഇവിടം വരെ എത്തിയിട്ട് വൈറലാകാൻ വേണ്ടി കാലിക്ക് എങ്ങനെ വല്ലതും കാണിക്കണോ? അന്നേ പ്രതികരിച്ചിട്ടുള്ളതാണ് വർഷം മുമ്പേ.
അതൊക്കെ ഇപ്പോൾ പറയുമ്പോഴത്തേക്കും പലരും അത് പറയും. പിന്നെ ഞാൻ ജോലിക്ക് പോയിട്ടുള്ള വീട്ടുകാരുണ്ട്, എനിക്ക് അവരുടെ പേര് പറഞ്ഞാൽ പോരെ. അവർ പറയില്ലേ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് എന്നുള്ള, എന്തുകൊണ്ട് പറയണില്ല? ചിന്തിക്ക്. ഞാൻ ചെയ്തിട്ടുള്ള ജോലി എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അപ്പോൾ അത് വൈറലാവാനിട്ട് എനിക്കത് മതി. ഇതൊക്കെ വൈറലായിട്ടുള്ളപ്പോൾ എല്ലായിടത്തും കയറി കിടക്കാൻ തല്ലുണ്ടാക്കണം, അതിൻ്റെ നടുക്ക് കയറുന്നിട്ട് ഞാൻ വൈറലാവേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഞാൻ വൈറലാവാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ പീഡിപ്പിച്ച എന്താ പറയുക, എന്നെ ഉപദ്രവിച്ച ആൾക്കാരുടെ പേര് ലിസ്റ്റ് കൊടുത്താൽ പോരെ, അത് റിട്ടേൺ കേസ് ആക്കിയാൽ പോരെ. 10 വയസ്സിലൊരു പെൺകുട്ടിയെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ പച്ചക്കറിന് ഒരുത്തരം വീട്ടിൽ കയറി തല്ലിട്ട് അത് വൈറലായ പോരെ. എന്തിന്? എൻ്റെ ഭർത്താവിൻ്റെ ഒരു വോയിസ് ഉണ്ട്, ഈ പറഞ്ഞ വോയിസ്, ഈ കഴിഞ്ഞ ദിവസം വിളിച്ച് തിരിച്ച് റിട്ടേൺ വരാൻ, അതിട്ടാൽ പോരെ. എൻ്റെ ആദ്യത്തെ എൻ്റെ ഈ 2 കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ ഒരു വോയിസ് ഉണ്ട്. എൻ്റെ മോനത് ഇഷ്ടമല്ല, അവന് വേണ്ടി ജാതി സർട്ടിഫിക്കറ്റ്, എൻ്റെ മക്കൾക്ക് കിട്ടേണ്ട ഒരു ഗവൺമെൻറ് ആനുകൂല്യം, അതായത് പൈസ അത് കിട്ടും യൂണിഫോമിനൊക്കെ. അതിനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയിട്ട് ഇയാളുടെ ഒരു ബുക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ്, അതിന് വേണ്ടി വിളിച്ച പച്ചറ്റ പറഞ്ഞൊരു വർത്താനമുണ്ട്. ആ വോയിസ് ഇട്ടാൽ പോരെ എനിക്ക്. ഞാൻ എൻ്റെ 2 മക്കളെ എടുക്കണം, അയാൾക്ക് 2 കുഞ്ഞുങ്ങൾ വേറെ ഉണ്ട് ആ ഭാര്യയിൽ. എൻ്റെ മോളുടെ പ്രായത്തിലുള്ളൊരു കുട്ടിയുണ്ട്. അപ്പം അവൻ്റെ വോയിസിൽ എന്നെയാണ് മോശമാക്കിയേക്കണേ, അവൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് താനും. ഞാനാണ് മോശം, അവനാണ് മോശം. എനിക്ക് ആ വോയിസ് കിട്ടു കഴിഞ്ഞാൽ കൈകെട്ടി കിട്ടാൻ അതുപോലെ. എന്തിന് ഇത്രയും പാടുന്നു? സിമ്പിൾ. അപ്പോൾ വൈറലാവാനായിട്ട് ഇഷ്ടം നമ്മുടെ നാട്ടിലാണ് ഇഷ്ടം. എന്തിന് പരസ്പരം ഒരു വെറുതെ അടി ഉണ്ടാക്കിയാൽ മതി അല്ലേ? എന്തിനൊരു അഫെയർ ഉണ്ടായാൽ പോരെ, ഒരുത്തിനൂടെ ഒന്ന് കിസിയുടെ വീഡിയോ ഇട്ടാൽ പോരെ, വൈറലായില്ലേ? ഞാനത് അടുത്ത പരിപാടി അത് നോക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഞാനത് ചോദിച്ചു കഴിഞ്ഞ ദിവസം വൈൻ കുടിച്ചപ്പോഴത്തേക്ക് ഫിറ്റായപ്പോൾ ഞാനൊരു പയ്യനോട് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു, എടാ നിനക്ക് ധൈര്യം ഉണ്ടോ എന്നെ പ്രേമിക്കാൻ നാട് റോഡ് യൂസ് ചെയ്യാൻ? ഇതാണ് ഞാൻ. എനിക്ക് ഒന്നും ഒളിച്ചും മറിച്ചും എൻ്റെ മക്കൾക്കറിയാം. ഞങ്ങൾ ഒച്ചപ്പാടും ബഹളവും. ഞാൻ പറയാറുണ്ട്, ലൈഫിൽ നിങ്ങൾ ഓരോരുത്തും ഭയന്ന് ജീവിക്കാൻ നിൽക്കരുത്. നിങ്ങൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം. ഞാനിപ്പോൾ ഞാൻ പ്രതികരിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ പഠിപ്പിക്കണം. തെറ്റ് കണ്ട സൈലൻ്റായിട്ട് പോരുത്. ഒരാൾ അപകടത്തിലാണെന്നുണ്ടെങ്കിൽ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ജീവൻ കളഞ്ഞ അയാളെ രക്ഷിക്കുക എന്നുള്ളത് അതൊരു ആർമിക്കാരനോ പട്ടാളക്കാരനോ മാത്രമല്ല, പോലീസുകാരനോ മാത്രമല്ല, സമൂഹത്തിനുണ്ട്. നമ്മൾ പലയിടത്തും നോക്കി നിൽക്കണതിൻ്റെയാണ് ഈ പ്രശ്നങ്ങൾ. 2K കിട്ടാണെങ്കിലും 90 കിട്ടാണെങ്കിലും സമൂഹം എന്ന് നോക്കുകുത്തിയായിരിക്കുന്നിടത്തോളം കാലം 3K കിഡ്സ് വരും, ഉണ്ടാവില്ല. 4K കിഡ്സ് ഉണ്ടാവില്ല. അത് മുന്നറിയിപ്പാണ്. എല്ലാം ബോട്ടായി പോവും. കാരണം എന്താണെന്നറിയോ? വലിയ ആരോഗ്യമൊന്നും നമ്മുടെ നാടിനിപ്പില്ല, പൊളിഞ്ഞു വീഴാനുള്ള സമയമായി. അപ്പോൾ അതിനു മുമ്പ് നോക്കുകുത്തികളൊന്നും ആക്റ്റീവാകുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തന്നെ പിന്നീട് ചാവാനായിട്ടും കൊല്ലാനായിട്ടും നടക്കണേ. അപ്പോൾ അതുകൊണ്ട് ഇനി നോക്കുകുത്തി ആവാതിരിക്കുക. പ്രതികരിക്കേണ്ടത് പ്രതികരിക്കാൻ പഠിപ്പിക്കുക. ഈ കുറേ മാഷ് മോബും ബൈക്ക് റാലിയൊക്കെ നടത്തിക്കൊണ്ട് ചാനലുകാർ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് ഇത് ഈ നടത്തുന്ന ആൾക്കാർ. ബൈക്ക് റാലി നടത്തിയതോ ട്രിവാൻഡ്രത്ത്? എന്ത് കാര്യത്തിന്? അത് നടത്തി കഴിഞ്ഞാൽ എല്ലാവരും നിർത്തുമോ? മുന്നറിയിപ്പാ? എനിക്ക് തോന്നണില്ല. പകരം കുറേ സ്കൂളുകളിൽ കുറച്ച് പരിപാടി, ഇപ്പോൾ വെക്കേഷൻ ക്ലാസ്, കുട്ടികൾക്ക് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ഗവൺമെൻറ്റും. ഈ പറഞ്ഞ ഈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ വനിതാ ദിനവും കാര്യങ്ങളൊക്കെ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. വെക്കേഷൻ ക്ലാസ് അല്ലേ, എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള. എത്ര സിംഗിൾ മദേഴ്സ് ഉണ്ട് ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കണം. എനിക്കറിയാൻ അനുഭവമാണ്. ഇവരെയൊക്കെ തേടി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സമൂഹത്തിലൊന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങളോട് വെച്ചറിയാം അവർക്ക് എന്തൊക്കെ ആവശ്യം. എൻ്റെ മോനെ വലിയവൻ്റെ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ ഓടിച്ചിട്ടാണ് ഞാൻ നന്നാക്കി എടുത്തേക്കണേ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇടപെടാൻ പറ്റില്ല. കാരണം നമ്മുടെ ജീവിതം മൊത്തം പണിയെടുത്തിട്ട് പിന്നെ ഏറ്റവും മക്കളും വഴിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ തോന്നൂല. ഞാൻ ഒറ്റയ്ക്ക് 2 പേരുടെ കർമ്മം ചെയ്യുന്ന ആളാണ്, അച്ഛൻ്റെ അമ്മയുടെയും. എനിക്കതിൻ്റെ ബുദ്ധിമുട്ടറിയാം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ചില ആൾക്കാർ ധൈര്യത്തോടെ കൈ നീട്ടും, എന്നെപ്പോലുള്ള ആൾക്കാർ ആരുടെ മുമ്പിൽ കൈ നീട്ടില്ല. പക്ഷെ എന്നെ സഹായിക്കുന്ന കുറേ പേരുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള കുറച്ച് പേര് എന്നെ സഹായിക്കുന്നുണ്ട്. ശർമാജി, ബാബു സാർ, ഇവരൊക്കെ എന്നെ ഒത്തിരി. എനിക്കൊരു പ്രശ്നം ഈ സൈക്കിൾ എടുത്തുന്ന അങ്ങനെ ഒരാളാണ് എൻ്റെ മോന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് നന്മയുള്ള ആൾക്കാരുണ്ട്. ഇവരോടൊക്കെ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ഇതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്യും. ഈ ബൈക്ക് റാലി എടുത്ത് റോഡിനകത്ത് ബ്ലോക്ക് ഉണ്ടാക്കി കുറേ ടീഷർട്ട് ഇട്ട്, ഒരു ടീഷർട്ടിന് എങ്ങനെ വന്നാലും 100 രൂപ അല്ലേ, 50 രൂപ പിടി. ഈ പൈസ വെച്ചിട്ട് കുട്ടികൾക്ക് വേണ്ട ഗ്രൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കേഷൻ ക്ലാസ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പിള്ളേർക്ക് പഠിപ്പിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ കുറേ മാറ്റങ്ങളുണ്ടാവും. പിള്ളേർ ഇൻട്രസ്റ്റഡ് ആവും. വീണ്ടും സമൂഹത്തിൽ തീർച്ചയായും ആക്റ്റീവായിട്ട് വിചാരിക്കാം. ഞാൻ എപ്പോഴും ആക്റ്റീവായിരിക്കും.